നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 1201 മിഥുനമാസം 6-ാം തീയതി ഞായറാഴ്ച, അതായത് 2026 ജൂൺ മാസം 21-ാം തീയതി. നാളെ ഞായറാഴ്ച സൂര്യോദയം കാലത്ത് 6:07, അസ്തമയം വൈകിട്ട് 6:44 തൃശ്ശൂരിൽ. രാഹുകാലം നിങ്ങൾക്കറിയാം, ഞായറാഴ്ച 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. ചന്ദ്രനിവിടെ ബലവാനായി വരികയാണ്. നാളത്തെ നക്ഷത്രം 9:31 വരെ പൂരം നക്ഷത്രമാണ്. 9:31 കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രവും. ഉത്രത്രയത്തിൽപ്പെടുന്ന ഉത്രം നക്ഷത്രം. പൂരത്രയം, പൂരം, പൂരാടം, പുരുരുട്ടാതി, ആ 3 നക്ഷത്രങ്ങളിലും വരുന്നു പൂരത്രയം. കാലത്ത് 9:31 വരെ ശുഭമുള്ള ഒരു നക്ഷത്രം അല്ല പൂരം. അതിനാൽ നാളെ കാലത്ത് ശുഭകർമ്മങ്ങൾക്കൊന്നും മുഹൂർത്തമില്ല. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവി 7 നാൾ വിതക്കിൽ വെളിയാഭൂമോ യാത്ര ഭോഗിലവൻ വര എന്നാണ് പ്രമാണം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരുരുട്ടാതി, അപ്രകാരം ആയില്യം. ഈ 7 നക്ഷത്രങ്ങൾ ശുഭമായ യാത്രയ്ക്ക് ഗുണമല്ല. യാത്ര പോയാൽ തിരിച്ചു വരില്ല, വിത്തിട്ടാൽ പൊടിക്കില്ല, ഇങ്ങനെയുള്ള വലിയ ദോഷങ്ങളുണ്ട്. അതിനാൽ 9:31 വരെ മുഹൂർത്തമില്ല. 9:31 ശേഷം ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രം നല്ല നക്ഷത്രമാണ്. അത് ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രമത്തം, ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രടാതി, രേവതി, അശ്വതി. ഈ ഉത്രത്രയത്തിൽ തന്നെ 9 നക്ഷത്രങ്ങളിലും എല്ലാം നന്മകൾ പ്രദാനം ചെയ്യുന്ന നക്ഷത്രമാണെങ്കിലും വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത 3 നക്ഷത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഉത്രം. ഉത്രം, അപ്രകാരം രേവതി, അപ്രകാരം ചിത്ര. ഈ 3 നക്ഷത്രങ്ങൾ എത്ര സൗഭാഗ്യമുള്ളതാണെങ്കിലും വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണെന്ന് അറിയുക. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കർമ്മങ്ങൾക്കും നാളത്തെ മുഹൂർത്തം കാലത്ത് 9:32 മുതൽ 10 വരെ വളരെ അനുകൂലമാണ്. അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് 1:30 മുതൽ 2 മണി വരെയുള്ള സമയവും വളരെ അനുകൂലമാണെന്ന് അറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാലത്ത് ദേവീക്ഷേത്ര ദർശനം, വിളക്ക്, മാല, പായസം ദേവിക്ക് സമർപ്പിക്കാം. ഞായറാഴ്ചയാണ്, ഉത്ര നക്ഷത്രമാണ് 9:31 മുതൽ. അതിനാൽ ശിവക്ഷേത്ര ദർശനം, ആദിത്യ ഹൃദയ മന്ത്രം, ഓം നം ശിവായ, കൂവളമാല, ജലധാര ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഒക്കെ നാളത്തെ ദിനത്തിന് വളരെ മേന്മകൾ ശിവൻ്റെ അനുഗ്രഹത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതുമാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം, ആദിത്യ ഹൃദയ മന്ത്രം, ഇത്ര ശക്തമായ മറ്റൊരു മന്ത്രമില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓറയെ, ആ കാന്തിക വലയത്തെ എനർജി ചെയ്യാൻ, സൂര്യൻ്റെ ആത്മപ്രഭാവത്തെ വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രം വളരെയധികം ഉപകരിക്കും. നന്ദി, നമസ്തേ.